കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ ഒപ്പിട്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. നയങ്ങളിലും സമീപനങ്ങളിലൊക്കെ മാറ്റമുണ്ടാവും. പക്ഷേ ആ തുടർച്ചയാകുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ട ഒന്നാണ്, അതൊരു ഫാക്റ്റാണ്. ഒപ്പിടുകയും പിന്നീട് അത് വിവാദമായപ്പോൾ കെപ്റ്റ് ഇൻ അബെയൻസ്, തൽക്കാലം നിർത്തിവെക്കണമെന്ന് പറഞ്ഞൊരു നോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പോൾ അതിൻ്റെ മറ്റ് ഇമ്പാക്റ്റുകളൊക്കെ പരിശോധിച്ച് ആണ് ഒരു തീരുമാനത്തിലെത്തുക. വൈകാതെ UDF ഗവൺമെൻറ്റിൻ്റെ PM ശ്രീയോടുള്ള നിലപാട് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. അതാണ് ഞങ്ങൾക്കതിലെടുക്കാവുന്നൊരു, ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിൽ സംഗതി വളരെ കൃത്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനെതിരാണല്ലോ. ഒന്നതിൽ ഫെഡറൽ സംവിധാനം പിന്നെ പരിപാലിച്ചു പോകണം. നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. അപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പലതിനും ഇത്തരം ചില നിബന്ധനകൾ വെച്ച് ഫണ്ട് അനുവദിക്കുക, അത് നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയല്ലല്ലോ. പിന്നെ പദ്ധതിയോട് വിയോജിപ്പുണ്ട്, പദ്ധതിയുടെ കണ്ടന്റിനോട്. അപ്പോൾ ഈ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ അതിന് ഇനി ഭാവി അതിനെ സംബന്ധിച്ച് തീരുമാനിക്കാം എന്നത് UDF നേതൃത്വമൊക്കെ ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം പറയും. ഇത് സംബന്ധിച്ച് എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കണം, പലരും പല സ്റ്റാൻഡ് സ്വീകരിച്ചു. ചിലർ നടപ്പാക്കി ഫണ്ട് വാങ്ങി, അതിനൊരു തർക്കത്തിന് പോയില്ല. ചിലർ നടപ്പാക്കാതെ തന്നെ കോടതി വഴി ഫണ്ട് കിട്ടാൻ ശ്രമിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെന്റ് വന്നിട്ട് 10 ദിവസമല്ലേ ആണെന്നുള്ളൂ. ഞാൻ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റിട്ടും 10 ദിവസത്തോളം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കലായി എടുക്കേണ്ട ഒരു സ്റ്റാൻഡൊക്കെ ഇതിനുള്ളത് കൊണ്ട് വൈകാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടു, അപ്പോൾ ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണിത്. ആ ഒപ്പിട്ട MOUവിൽ നിന്ന് ഒരു കക്ഷിയാണ് നമ്മൾ കേരളം, ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റുമോ? അങ്ങനെ പിന്മാറിയാലുള്ള ഇമ്പാക്റ്റ് എന്താണ്? ഈ ലീഗൽ ഇമ്പാക്റ്റ് ഒക്കെ പരിശോധിക്കണം, ലീഗൽ അഡ്വൈസ് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു ഇഷ്യൂ ഒക്കെ അതിലുണ്ട്. എന്നാൽ ആ സമീപനത്തോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. അങ്ങനെ ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചാലേ പണം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പഠിപ്പിക്കണം.